ഹായ്. ഇന്ന് ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്ത സ്ഥലം മല്ലപ്പള്ളി തൂക്കുപാലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. നല്ല വെള്ളമായിരുന്നു. ഒരു മഴ കഴിഞ്ഞാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. അപ്പം തന്നെ അവിടെ നനഞ്ഞ് വഴുക്കലൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. മഴയായതുകൊണ്ട് ആളുകളൊക്കെ വളരെ കുറവായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഇച്ചായൻ വന്ന ഗസ്റ്റിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് എത്ര പേർക്ക് കയറാം, എത്ര പഴക്കമുള്ള പാലാണെന്നൊക്കെ. വന്നവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവരിനിയും വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. നല്ല ഒഴുക്കാണ്. ഇങ്ങനെ നിന്നപ്പോൾ അവർക്ക് താഴെ ഒന്നിറങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഇവർ കുഞ്ഞിനെ കൊണ്ടുപോയില്ല. ഇച്ചായനും അവർ രണ്ടുപേരും താഴേക്ക് പോകാൻ തുടങ്ങുകയാണ്. അല്ലാതെ തന്നെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഒത്തിരി പേരെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു മഴയും കൂടെ വരുന്നുണ്ട്. മേഘമെല്ലാം ഇരുണ്ട് നിൽക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വീട്ടിൽ പോവുകയും വേണം. വന്നവർക്കും വീട്ടിൽ പോകണം. ഇത് പിന്നെ തൂക്കുപാലം മാത്രമല്ല, ഇത് ഒരു വഴികൂടാണ്. കുറേ ആളുകൾ കാണാനല്ലാത്തവരും അതുവഴി ഇങ്ങനെ ബ്രിഡ്ജ് കടന്ന് പോവാറുണ്ട്. ലൂക്കാപ്പൻ അപ്പേൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മെല്ലെ ഇങ്ങോട്ട് നടന്ന് താഴോട്ട് പോകാമെന്ന് വിചാരിച്ചു. താഴോട്ട് പോകുന്ന വഴിയാണ്. സ്ലിപ്പായി. ഞാൻ പോയില്ല, കാരണം കുഞ്ഞുവാവയും കൊണ്ട് പോകാൻ പാടാണ്. അവിടെ നമുക്ക് നിൽക്കാനൊന്നും പ്രത്യേകിച്ച് സ്ഥലമില്ല. തിട്ടലെല്ലാം ഇടിഞ്ഞിരിക്കുകയാണ്. അവർ മൂന്നാളും കൂടെ കുറച്ച് നേരം അവിടെ പോയിരുന്നു. ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നു. നല്ലൊരു സ്ഥലമായതുകൊണ്ട് കൈയും കാലും ഒക്കെ ഒന്ന് കഴുകാമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ പറ്റിയില്ല. ഇച്ചായൻ 2-3 പ്രാവശ്യം സ്ലിപ്പായിപ്പോയി. മഴയും വരുന്ന കാരണം അമ്മ ബ്രിഡ്ജ് കയറിയില്ലായിരുന്നു. കാരണം അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. പ്രഷറൊക്കെ ഉള്ള കാരണം അമ്മയ്ക്ക് ഭയങ്കര പെട്ടെന്ന് പേടി വരും ഇത് കുലുങ്ങുമ്പോഴൊക്കെ. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബലക്ഷയമൊക്കെ ഉണ്ടെന്ന്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. അമ്മ കയറിയില്ല. ഈ സമയത്ത് ലൂക്കാപ്പനെയും കൊണ്ട് ബ്രദർ വേറെ വഴിക്കോട്ട് പോയി. വീണ്ടും വലിയൊരു മഴ ചാറി വരുന്നുണ്ട്. നല്ല ചാറ്റലുണ്ട്. വീഡിയോയ്ക്കകത്തത് കിട്ടത്തില്ല. അപ്പം ഞങ്ങൾ ഇനി പെട്ടെന്ന് തിരിച്ചു പോകാൻ തുടങ്ങുവാണ്. മേഘം ഇരുണ്ട് വരുന്നു. കാരണം നമ്മളാരും കുട കൊണ്ടുവന്നിട്ടില്ല. അത് കാരണം വണ്ടിയിലോട്ട് എത്താൻ മഴ വന്നാൽ പാടാണ്. കുഞ്ഞും നനയും. നമ്മളിനി നേരെ തിരിച്ചു പോവാണ്. വണ്ടിയുടെ അടുത്തേക്ക് എത്തി.